ഹലോ, എല്ലാവരും എങ്ങോട്ടാ ഓടുന്നതെന്നാണോ? പറയാം. സോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളൊരു ട്രക്കിങ്ങിന് പോവാണ് എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക്. എന്താ ട്രക്കിംഗ് എന്ന് പറഞ്ഞേ? ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മുടെ കൂടെ കുറെ ആൾക്കാരുണ്ട്. ആ നിൽക്കുന്ന ടീമാണ് നമ്മുടെ പുറകിലുള്ളത്. അപ്പൊ ഞങ്ങളൊരു കരാട്ടെ ഗ്രൂപ്പാണ്. ട്രക്കിംഗ് ഇതേ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ അപർണ. എൻ്റെ കൂടെ ഉള്ളത് ക്യൂഡോക്കാൻ ഇന്ത്യ വുമൻസ് കരാട്ടെ ടീമാണ്. വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് 2.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണെങ്കിലും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. ആദ്യം തന്നെ കരാട്ടെ സെഷൻസ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് വാമപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു 4-5 റൗണ്ട് ഓടി. ഈ ഒരു കത്ത സെഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഓരോരോ പാർട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു മാർഷൽ ആർട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റിയ ബെസ്റ്റ് കാര്യം കരാട്ടെ ആട്ടോ. കാരണം സിമ്പിളാണ്, പക്ഷെ പവർഫുൾ ആണ്. സോഫാർ ഞാൻ സ്വിമ്മിങ്ങും കരാട്ടെ എല്ലാം പഠിച്ചെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നത്. ആൻഡ് ഇറ്റ് വാസ് എ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ഞാൻ എല്ലാവരും അവരുടെ അമ്മമാരൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത്, പക്ഷെ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ എന്നാലും അവരുടെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. അടുത്തത് വുമൻസ് ഡേ സെലിബ്രേഷൻ ആണ്. നമ്മൾ ഇന്ന് ഇന്റർനാഷണൽ വുമൻസ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കരാട്ടെ ടീം, ക്യൂഡോക്കന്റെ സ്വന്തം കരാട്ടെ വുമൻസ് ടീമാണ് ഇന്ന് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ വുമൻസ് ഡേ കളറാക്കി. കരാട്ടയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നതാണ് കേട്ടോ ഈ ഹൈക്കിങ്ങിന്. 5 കിലോമീറ്ററിൻ്റെ 2.5 മണിക്കൂറുള്ളൊരു ഹൈക്കിംഗ് ആയിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഹൈക്കിംഗ് സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. അതായത് നല്ല എക്സ്പീരിയൻസ്. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഡെൻസ് ഫോറസ്റ്റിന്റെ ഏരിയയിലേക്ക് കിടക്കുകയാണ്. മൺസൂൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ പാറക്കെട്ടിലൂടെ നമുക്കൊരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഈ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടുവ അതിൻ്റെ ടെറിറ്ററി മരത്തുമ്പിൽ മാർക്ക് ചെയ്തൊക്കെ നമുക്ക് ഗൈഡ് കാണിച്ചു തന്നു. കുറേ സാധനങ്ങളെ, പൂവുകളെ പറ്റി, മരങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഇനി ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ ഒരിക്കലും ട്രെക്ക് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ദിസ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഈ ഹൈക്കിംഗ് അല്ലാണ്ട് ചിമ്മിനി ഡാമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ കുട്ടവഞ്ചി സഫാരി ആട്ടോ. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ കുട്ടവഞ്ചി കയറി കഴിഞ്ഞാൽ അവർ ഇതിങ്ങനെ ഇട്ട് കറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നത്തെ ഡേ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. നമ്മളുടെ ഇന്നത്തെ പരിപാടികൾ ഇതാ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കൊട്ടവഞ്ചിയോട് കൂടിയിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ക്യൂഡോക്കാൻ ഇന്ത്യ ഇനിയും ഇതേപോലത്തെ കുറേ ഈവൻറ്റ്സ് നടത്തുന്നതായിരിക്കും. സോ അങ്ങനെ നമ്മുടെ വുമൻസ് എംപവർമെന്റ് വുമൻസ് ഡേ പ്രോഗ്രാം ഇവിടെ നമ്മൾ വൈൻഡപ്പ്